പറഞ്ഞു വരാൻ നോക്കിയപ്പോൾ ഞാൻ എന്നെ തന്നെ ഒന്ന് കെയർ ചെയ്യണമെന്ന് തോന്നിയതുകൊണ്ടാണ് ഞാൻ ഈ കൊല്ലത്തിലെങ്കിലും വന്നത്. അല്ല നീ ഇപ്പൊ അയ്യോ അത് വെച്ച് ഇന്ന് കുറെ കൂടി എഴുതി തോന്നുന്നു. 31st എങ്കിലും പറഞ്ഞില്ലേ? പക്ഷെ നീ തന്നെ ആദ്യമേ എന്റെ അടുത്ത് പറഞ്ഞത് എനിക്ക് 35 ഉണ്ടെന്നാണ്. നീ ജോലിയൊക്കെ നോക്കുന്നുണ്ട് ബ്രോ, പക്ഷെ ഒന്നും കിട്ടുന്നില്ല, അതാണ് സംഭവം. വീട്ടിൽ ജോലിയൊക്കെ ചെയ്യാറുണ്ട്. പോർച്ചുഗലാണോ എവിടെയായി വരും? ഞാൻ 2 മാസം മുൻപ് അശ്വിൻ ബ്രോ എടുത്താണോ? ഇൻഡിപെൻഡന്റ് ആവണം എന്നല്ലേ? ആണ് ഇൻഡിപെൻഡന്റ് ആവണം. ചെയ്ത 40 ഏജ് ആയി പോയി. എന്തിനു ചെയ്ത അശ്വിൻ ബ്രോ? ഞാൻ ഇന്റർനാഷണൽ കളിക്കുന്ന ആൾ കൂടെയാണ്. ബ്രോ ഡോക്ടർ ആണെന്നല്ലേ പറഞ്ഞത്? CR7 ഐ മീൻ അനു എന്താ പേര്? ഡോക്ടർ, ആയുർവേദ ഡോക്ടർ ആണെന്നാ പറഞ്ഞത്. മാരീഡ് ആണ്, ട്വിൻസ് ആണ്. ചെയ്യാറില്ല. ഇല്ല, ബ്യൂട്ടീഷ്യൻ ചെയ്യാറില്ല. ഞാൻ ബ്യൂട്ടീഷ്യൻ ചെയ്തിട്ടുണ്ട്, കല്യാണത്തിന് ഞാൻ ചെയ്തിട്ടുണ്ട്. ഇനി ഇപ്പൊ ഞാൻ പറഞ്ഞില്ല ഡിസംബറിൽ 2 കല്യാണം ഉണ്ടെന്ന്. ആ സമയത്ത് എന്തായാലും ഞാൻ പോകും. അടുത്ത മാസം ഒരു കല്യാണം ഉണ്ട്. അപ്പൊ ഞാൻ കല്യാണത്തിന് അന്നും പിന്നെ ഇടയ്ക്ക് ഒരു തവണ എന്റെ ഒരു ഫ്രണ്ട് ബ്യൂട്ടീഷ്യൻ കോഴ്സ് പഠിച്ചായിരുന്നു. അപ്പം അവക്ക് വർക്ക് ചെയ്ത് കാണിച്ചു കൊടുക്കണമായിരുന്നു. അപ്പൊ അവർക്ക് വേണ്ടി ബ്രൈഡായിട്ട് പോയത് ഞാനായിരുന്നു. അന്നും ഞാൻ ത്രെഡ് ചെയ്തായിരുന്നു. അപ്പൊ ഇനി ഈ മാസം, അതായത് നെക്സ്റ്റ് മന്തിൽ എനിക്ക് ഫ്രണ്ട് മാരേജ് ഉണ്ട്. അന്ന് ത്രെഡ് ചെയ്യണം എന്നുള്ള ആഗ്രഹം ഉണ്ട്. സാധിക്കുമോ എന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ അങ്ങനെ ഒന്നും ചെയ്യാറില്ല, സത്യമാണ് പറയുന്നത്. വിരാട് കോഹ്ലി എനിക്കറിയാം, എന്റെ ഫേവറേറ്റ് ആണ്. അതെ, അതിന്റെ കൂടെ ഇതുമുണ്ട്. ഓക്കെ. അപ്പൊ ഇപ്പൊ ബ്രോ നാട്ടിലാണോ അതോ പുറത്താണോ? എവിടെയാണ്? പോയി ഉറങ്ങണം മിസ്റ്റർ. ആരോടാ? ബ്രൈഡോ? എടാ നീ അങ്ങനെ പുച്ഛിക്കരുത്. ഞാൻ എന്റെ ആൽബം ഇവിടെ ഇല്ല. ഞാൻ ഇനി വരുമ്പോഴത്തേക്ക് ഞാൻ കാണിച്ചു തരാം. പക്ഷെ ഇവിടെ ചേട്ടന്റെ ആൽബം ഇരിപ്പുണ്ട്. പക്ഷെ അതിനകത്ത് തലേ ദിവസത്തെ ഞങ്ങളുടെ വർക്കൊന്നും ഇല്ല. കല്യാണത്തിന്റെ വർക്കുകൾ മാത്രമേ ഉള്ളൂ. വൈകിട്ടത്തെ ഈവനിങ് വർക്ക് മാത്രമേ ഉള്ളൂ. ഞാൻ കാണിച്ചു തരാം. ഇല്ല ഡിയേഴ്സ്, നാച്ചുറൽ ബ്യൂട്ടി ആണല്ലേ? ആണ്. ഞാൻ ഒന്നും ഇട്ടിട്ടില്ല. നമ്മൾ തുടച്ചോണം കാണിച്ചിട്ട് ഒന്നുമില്ല, കണ്ട. പക്ഷെ എനിക്കിങ്ങനെ ചിലരൊക്കെ മേക്കപ്പ് ചെയ്യുന്ന കാണാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അവരെയൊന്നും പുച്ഛിക്കരുത്, കാരണം അത് ഒരു കലയാണ്. ചെയ്യാൻ അറിഞ്ഞൂടാത്തവർക്ക് അത് മനസ്സിലാവും. എടാ കോമഡി പറഞ്ഞല്ല, ചിരി വരുന്നു. എടാ അങ്ങനെയൊന്നും പറയരുതെടാ. എനിക്ക് സത്യമാണ് പറഞ്ഞത്. മീശ ചേട്ടന്റെ ഗ്ലാമർ ആണ് ഗ്ലാമർ. അത് സത്യമാണ്. ഇവരൊക്കെ മേക്കപ്പ് ആണ് ഫുൾ. നീ വിശ്വസിക്കണ്ട. ശരി, ഞാൻ മേക്കപ്പ് തന്നെ പോരെ? ഇത് തീർന്നില്ല നിന്റെ പ്രശ്നം? ഭാവിയിൽ ചിലപ്പോൾ ഞാൻ മേക്കപ്പ് ഒക്കെ ഇടുമായിരിക്കും എന്ന് ഞാൻ വിചാരിക്കും, അല്ലേ? അതേ ഗ്ലാമർ ഉള്ളൂ, വരെ ഒന്നുമില്ല. വേറെ ഒന്നുമില്ലേ? ഓ, മേശിച്ചേട്ടൻ ഗ്ലാമറേ ഉള്ളു, വേറൊന്നും ഇല്ല. ഓ ആയിക്കോട്ടെ. ഞാൻ വെറും കോലത്തിൽ നടന്ന സമയത്താണ് ഹരി എന്നെ സ്നേഹിച്ചത്. അതറിയാവൂ അല്ലേ? നിങ്ങൾ ഏതൊരു വാലേ ഉണ്ടായിരുന്നു. ഓക്കെ, ഡ്യൂട്ടി കയറാൻ ടൈം ആയി കാണുമായിരിക്കും. പോയിട്ട് വാ ബ്രദർ. നൈറ്റ് ലൈവ് ഉണ്ട്, കയറാൻ പറ്റുകയാണെങ്കിൽ കയറണം. ഓക്കെ ജിനി, എങ്കിൽ ഒരു പാട്ട് പോരട്ടെ. ആരെ പാട്ട്? വേറെ ആരും കിട്ടാത്ത കൊണ്ടാവും. ഹരിച്ചേട്ടന് വേറെ ആരെയും കിട്ടാത്ത കൊണ്ടാവും പാവൂന്ന്. ഹരിച്ചേട്ടന് ഇവിടെ കുറെ പേര് ഇഷ്ടമാണെന്ന് പറഞ്ഞു, പക്ഷെ ഹരിച്ചേട്ടൻ ചൂസ് ചെയ്ത് തന്നെ. ഹരിബ്രോന്റെ ഹെയർ ഞാൻ സമ്മതിക്കും. പക്ഷെ ഇതല്ല, ഈ ഒരു ഹെയർ കട്ടിങ് അല്ല, വേറൊരു ഹെയർ കട്ടിങ് ഉണ്ട്. അത് പൊളിയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സുറ്റും വീഴി സൂടാറേ, സുറ്റും വീഴി സൂടാറേ. അല്ല എനിക്ക് CR7